തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരുവോണ ദിനത്തിൽ വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അച്ഛനും അമ്മയും ചേട്ടനും നഷ്ടമായ അവന്തികയെ ചേർത്തു പിടിച്ച യൂത്ത് ലീഗ്. മുണ്ടക്കൈ ദുരന്തത്തിൽ കൂടപ്പിറപ്പുകൾ വിട പറഞ്ഞതറിയാതെ ചെറിയച്ഛൻ്റെ കുടുംബത്തോടൊപ്പം വാടക വീട്ടിലാണ് അവന്തിക കഴിയുന്നത്. ഇവിടെ എത്തിയാണ് തിരുവോണ ദിനം യൂത്ത് ലീഗ് പ്രവർത്തകർ ആഘോഷിച്ചത്. യൂത്ത് ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് MP നവാസിൻ്റെ നേതൃത്വത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകരും വൈറ്റ് ഗാർഡ് അംഗങ്ങളും തിരുവോണ ദിനത്തിൽ അവന്തികയുടെ വീട്ടിലെത്തിയത്. തിരുവോണ ദിനത്തിൽ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകന്മാർ മുഖേന കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടപ്പോൾ തിരുവോണമായിട്ടും പ്രിയപ്പെട്ടവരെയും കൂട്ടുകാരെയും കാണാൻ കഴിയാത്തതിൻ്റെ മനപ്രയാസത്തിലാണ് അവന്തിക എന്നറിഞ്ഞപ്പോൾ കുടുംബത്തിനൊപ്പം തിരുവോണ ദിനം ചെലവഴിക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനായി വയനാട്ടിലെത്തിയ സംസ്ഥാന സെക്രട്ടറി ജിഷാനുമായി നവാസ് കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അവളുടെ വീട്ടിലേക്ക് പോകാം എന്ന അഭിപ്രായത്തോടൊപ്പം അദ്ദേഹവും കുടുംബവും ചേർന്നു നിന്നു. സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കി അവന്തികയ്ക്കും അവരുടെ വീട്ടിലെ മറ്റ് 3 കുട്ടികൾക്കും ഓണക്കോടിയുമായി അവരുടെ വീട്ടിലേക്ക് പോവാം എന്ന് ജിഷാനും അഭിപ്രായപ്പെട്ടു. അവന്തികയ്ക്ക് ധാവണിയായിരുന്നു വാങ്ങിയിരുന്നത്. അത് നൽകിയപ്പോൾ അവന്തിക പറഞ്ഞ വാക്കുകൾ നവാസിനെയും ജിഷാനെയും സഹപ്രവർത്തകരെയും ഒരു നിമിഷം നിശബ്ദമാക്കി. ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും ധാവണി ഉടുപ്പ് വേണമെന്ന് പറയുമ്പോൾ മോള് വലുതാവട്ടെ എന്നാണ് അമ്മ മറുപടി പറയൽ എന്നായിരുന്നു അവന്തിക പറഞ്ഞത്. അവന്തികയ്ക്കും ചെറിയച്ഛൻ്റെ കുടുംബത്തോടുമൊപ്പം അല്പനേരം ചെലവഴിച്ച് അവർക്കൊപ്പം ഭക്ഷണവും കഴിച്ചുകൊണ്ടായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ മടങ്ങിയത്. എന്നും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും അവർ അവന്തികയ്ക്ക് നൽകി. കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മിഷബ് കീഴരിയൂർ, യൂത്ത് ലീഗ് വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി CH ഫസൽ, വൈസ് പ്രസിഡന്റ് ജാസൽ പാലക്കൽ, MSF ജില്ലാ സെക്രട്ടറി ഫായിസ് തലക്കൽ, വൈറ്റ് ഗാർഡ് ജില്ലാ ക്യാപ്റ്റൻ ഷുക്കൂർ, മുബഷിർ നെടുങ്കര, ഷുക്കൂർ ഹാജി, KK ഷാജി എന്നിവർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. തിരുവോണ ദിനത്തിൽ അവന്തികയെ ചേർത്ത് പിടിച്ചായിരുന്നു സംഘം മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.